അപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് അതിനുള്ള പരിഹാരം ഉണ്ടാവേണ്ടത്. അതെ, അങ്ങനെ ഉണ്ടാവുന്ന ബിസിനസ്സുകളാണ് എക്കാലവും പൂത്തൊലഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ അതെ, നമ്മളത് പഠിക്കുവാണ് ഓരോന്നും. അപ്പൊ ഈ ചോറ്റുപാത്രത്തിന്റെ കഥ അങ്ങനെയാണല്ലോ. അതെ, ചോറ്റുപാത്രം അങ്ങനെ ഉണ്ടാവുന്നത് അല്ല. ഇതിപ്പോ ആക്ച്വലി ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ നല്ല ഫിനാൻസിന്റെ നല്ല പീക്കിൽ ജീവിച്ചിരുന്നവരാ, ഞാനും എൻ്റെ മക്കളും. എൻ്റെ കുഞ്ഞുനാളിലാണെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഭക്ഷണത്തിനൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകാതിരുന്ന, ഭക്ഷണമൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്ന ഒരു സമയത്ത് ജീവിച്ചതാണ്. പിന്നീട് ഞങ്ങൾ ഒരു ഊണ് മേടിച്ച് 3 പേര് കഴിക്കുന്ന സാഹചര്യം, എൻ്റെ മക്കളുടെ അപ്പ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഊണ് മേടിച്ച് ഞങ്ങൾ 3 പേരും കഴിക്കും. രാത്രിയിലത്തേക്ക് അടുത്ത ഒരു ഊണ് മേടിക്കും. അങ്ങനെ ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പട്ടിണി അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഇഷ്ടപ്പെട്ട ആഹാരം വയറ് നിറച്ച് കഴിച്ചിരുന്ന എൻ്റെ മക്കൾ ഇഷ്ടപ്പെട്ട ആഹാരം പോയിട്ട് ആവശ്യത്തിന് ഭക്ഷണം പോലും കിട്ടാതിരുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു സർവൈവൽ തന്നെ. ഞങ്ങൾ 3 പേര് ഒരുമിച്ചായിരുന്നു വളർന്നത്. ആ കാലഘട്ടത്തിലാണ് ഷാലിൻ എലിസബി എന്ന് പറയുന്ന ഒരു പേരിലേക്ക് വരുന്നത്. കാരണം എന്ത് തീരുമാനം എടുക്കുമ്പോഴും എലിസും എബിയും കൂടെയുണ്ട്, ക്രൈസിസിൽ എലിസും എബിയും കൂടെയുണ്ട്. ഇന്നിപ്പോ അതായത് ഒരു 36 വയസ്സ്, 14 വയസ്സ്, 10 വയസ്സ്, ഈ 3 പ്രായത്തിലാണ് ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാവുന്നത്. ഈ അവിടെ നിന്ന് 15 വർഷങ്ങൾ കഴിയുമ്പോൾ, 14 വർഷങ്ങൾ കഴിയുമ്പോൾ 28ഉം 24ഉം 50ഉം ആ പ്രായത്തിലേക്ക് വരുമ്പോഴും ഞങ്ങൾ ഇന്നും 3 പേര് ഒരുമിച്ച്. ഇതില് സംരംഭകയെക്കാട്ടിലും നമ്മൾ ഏറ്റവും വലിയ ക്രൈസിസ് 14-ൽ നിന്നും 10-ൽ നിന്നും 24-ലും 28-ലേക്കും വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ക്രൈസിസ് ആണ്. ആ ഒരു കാലഘട്ടം സമൂഹത്തിന്റെ എല്ലാ ഇടങ്ങളിലും പോകാൻ പറ്റുന്ന ഇടത്ത് നിന്ന് 2 കണ്ണിന് പകരം 4 കണ്ണ് ചുറ്റുവട്ടം വെച്ചുകൊണ്ട് ഇവരെ വളർത്തിക്കൊണ്ട് വരികയും അതിനോടൊപ്പം ഈ സംരംഭകത്വം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഞാൻ പറയുന്നത് ഒരു സിംഗിൾ വുമണിനെ സംബന്ധിച്ചുള്ള ഒരു സ്ട്രഗിൾ അതിനകത്തുണ്ട്. പിന്നെ ഒരു ക്രൈസിസിൽ, അതായത് സുഖമില്ലാത്ത ഒരു സ്ത്രീ പോകുന്ന ഒരു ക്രൈസിസ് അതിനകത്തുണ്ട്. അവിടെയാണ് സംരംഭകം വരുന്നതും കൊറോണ വരുന്നതും. ഇതൊക്കെ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ 2-3 കുഞ്ഞുങ്ങള് ഭക്ഷണത്തിന് പകരം, ഉച്ചഭക്ഷണത്തിന് പകരം പപ്സും വെള്ളവും കഴിക്കുന്നത് കാണുകയും അവരോട് സംസാരിക്കുന്നത് വഴി, സംഗീത കോളേജിലെ കുട്ടികൾ അവരോട് സംസാരിക്കുന്നത് വഴി അവർക്ക് 30 രൂപ താഴെ മാത്രമേ അവരുടെ വരുമാനം, ഒരു ദിവസം അവർക്ക് 100 രൂപ ചിലവാക്കാൻ. അപ്പൊ അതിൽ നിന്ന് ആ മക്കൾക്ക് ഭക്ഷണം ഉണ്ടായപ്പോൾ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അവിടെയാണ് സ്വന്തം വീട്ടിലെ ഭക്ഷണത്തിന് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന് എത്ര രൂപയാണ് ചെലവാകുന്നെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുന്നത്. 33 രൂപ അതാവും. ഈ കുഞ്ഞുങ്ങളെ പിന്നെ ഇൻസ്റ്റയിൽ കണ്ടെത്തിയിട്ട് 5 രൂപയും കൂടെ നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പറയുകയും, അങ്ങനെ 35 രൂപയ്ക്ക് അവർ 3-ൽ നിന്ന് 5 കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് പറയുകയും 35 രൂപയ്ക്ക് ആ മക്കൾക്ക് തുടങ്ങിയതാണ് 2021 ചോറ്റുപാത്രം. ഇന്ന് 1,42,000 ചോറ്റുപാത്രങ്ങൾ ഈ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അതിൽ 1.5 വയസ്സ് മുതൽ 87 വയസ്സ് വരെയുള്ളവർ ചോറ്റുപാത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നിപ്പോ ചോറ്റുപാത്രം എന്റെ മാത്രമല്ല 10-70 പരം സ്ത്രീകളുടെ ഉപജീവന മാർഗം കൂടിയാണ്. അപ്പൊ അതൊരു വലിയൊരു ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. കാരണം ഇന്ന് ചോറ്റുപാത്രം ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്നത് നമ്മുടെ എറണാകുളത്തും പലയിടങ്ങളിലും, അതായത് നിങ്ങൾ വിചാരിക്കുന്നത് ഒരുപാട് ചോറ്റുപാത്രം, ഞാൻ 3 എണ്ണത്തിലാണ് തുടങ്ങിയത്, 5 എണ്ണത്തിലാണ്, 3-ൽ നിന്ന് 5-ലാണ് തുടങ്ങിയത്. പിന്നെ അത് 13-ആയി, പിന്നെ അത് 25-ആയി. ഇന്നത് നമ്മൾ 100-ൽ പരം ചോറ്റുപാത്രങ്ങളിലേക്ക് ഡെയിലി പോവാണ്. ചോറ്റുപാത്രം 70 കുടുംബങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പൊ സാറിന്റെ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, ഓഫീസിൽ സ്ത്രീകളുണ്ട്. ഇപ്പൊ സാറിന്റെ അമ്മയാണെങ്കിലും വൈഫാണെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിലും, നമ്മൾ 2 പേരുണ്ടെങ്കിലും നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കും. 10 പേര് നമുക്ക് ബന്ധുക്കൾ വരുന്നെന്ന് പറഞ്ഞ് നമ്മൾ ആരെയും വിളിക്കാറില്ല. അപ്പോ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന ഒരു വ്യക്തി, അവരുടെ ഓഫീസിന്റെ ഇടയിൽ പലരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുണ്ടാക്കുന്നതിൻ്റെ കൂടെ ഒരു 5 ചോറ്റുപാത്രം കൂടെ കരുതിയിട്ട് അവരുടെ ഓഫീസിൽ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ 50-ഓ 100-ഓ ചാർജ് ചെയ്താൽ ഈ വീട്ടിലെ ഭക്ഷണത്തിന് ഉള്ള പൈസ ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ചോറ്റുപാത്രത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ വന്നു, വലിയ ബ്രാൻഡാക്കാൻ പറഞ്ഞു. അതിനെ ഡെയിലി 1000 ചോറ്റുപാത്രം വിൽക്കുന്ന ഒരു യൂണിറ്റ് ആക്കി മാറ്റാൻ പലരും പറഞ്ഞു. പക്ഷെ ഇന്ന് അത് മാറ്റാത്തതിന്റെ കാരണം ഈ ചോറ്റുപാത്രം ഇന്ന് 1000 അല്ല, 5000-ൽ പരം ചോറ്റുപാത്രങ്ങൾ പല വീടുകളിൽ നിന്ന് പോകുന്നുണ്ട്. പല കുടുംബങ്ങൾക്ക് ഇന്നിതൊരു വരുമാനമാണ്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, UK-ൽ ചോറ്റുപാത്രം വിൽക്കുന്ന ഒരു കുഞ്ഞിന് ചെത്തി എനിക്കുണ്ട്. UK-ല് അവൾ പറയുന്നത്, ഐ ആം ടേക്കിംഗ് ടിഫിൻ വിത്ത് മൈ
എന്റെ ക്യാബിനോടൊപ്പം ഞാൻ ടിഫിൻ കൊണ്ടുപോകുന്നുണ്ട്, എന്റെ സ്റ്റാഫുകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഐ മേക്സ് മണി എന്ന് അവള് പറയുന്നത്. മലയാളിയാണ്. അതുപോലെ ബാംഗ്ലൂർ ചോറ്റുപാത്രം, ഒരുപാട് ഇടങ്ങളിൽ ചോറ്റുപാത്രം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആശയത്തെ എടുത്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പൊ നമ്മളൊരു ബിസിനസിന്റെ, എൻ്റെ ഒരു വിജയം ചോറ്റുപാത്രത്തിന്റെ വിജയം, ഈ ആശയം ഒരുപാട് പേരിലേക്ക് എത്താൻ പറ്റി ഒരുപാട് സംരംഭകർ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. എല്ലാ സംരംഭങ്ങളും പ്രോഫിറ്റ് മോട്ടീവാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈ പറഞ്ഞ 5 രൂപയുടെ മാർജിൻ വെച്ചുകൊണ്ട് ശരിക്കും ബോംബെയിലൊക്കെ ചെയ്യും പോലെ ഈ ഡാബാവാല ആക്ച്വലി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന കാരിയേഴ്സ് മാത്രമാണ് ഡബ്ബാവാല. നമ്മുടെ ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഡബ്ബാവാല അതാണ് ആക്ച്വലി, ആ കോൺസെപ്റ്റ് വേറെയാണ്. എന്നാലും ആ രീതിയിലൊക്കെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് ആ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുവരാമായിരുന്നു. അല്ല, അവിടെ വേറൊരു കാര്യമുണ്ട്. എന്റെ ചുറ്റുപാത്രം എന്ന് പറയുന്നത് എനിക്കിപ്പോ 208ഓളം പേര് എന്റെ ചുറ്റുപാത്രം ഫാമിലിയിലുണ്ട്. അതിൽ അവര് പോയെങ്കിലും ഉള്ളവർ ഇപ്പൊ സ്ഥിരമുള്ളവരുണ്ട്. അത് ഒരമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു അനുജത്തി, ഒരു സുഹൃത്ത് സ്വന്തം വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണമാണ്. അത് ഞാനിപ്പോ ഒരു 500 എന്ന നമ്പറിലേക്ക് മാറ്റിയാൽ എന്നെ കൊണ്ട് 500 കുക്ക് ചെയ്യാനുള്ള ആരോഗ്യമില്ല. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം ആസ് എ എന്താ പറയുന്നത്, ഒരു ബിസിനസ് മോഡ് വരും. അതൊരു കാറ്ററിംഗ് ആയിട്ട് മാറും. അപ്പോ ആ ഒരു കോൺസെപ്റ്റിനെ ഏത് ബിസിനസിന്റെയും അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ വരുമാനം കണ്ടെത്താനുള്ള ചിലർ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചോറ്റുപാത്രം സ്റ്റുഡൻസിന് 39, വലിയവർക്ക് 49. ചിലർ പറയും മണ്ടത്തര കാണിക്കുന്ന ഇതൊരു 70-80 രൂപയ്ക്കൊക്കെ വിൽക്കാമെന്നൊക്കെ പറയും. പക്ഷേ ഈ 49ലും എനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. ദാറ്റ്സ് മേക്സ് ഡിഫറൻസ്. നമ്മള് ഞാൻ എപ്പോഴും പറയുന്നത് പ്രോഫിറ്റ്, ലാഭം എന്ന് പറയുന്നത് മിനിമം നമ്പേഴ്സിൽ നിന്നും ലാഭം കൊയ്യാം, നമ്പേഴ്സ് കൂടിയിട്ടും ലാഭം കൊയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു ഇതിലാണ്. അപ്പോൾ എനിക്ക് പ്രോഫിറ്റോട് കൂടി തന്നെയാണ് അത് പോകുന്നത്. പക്ഷെ ആ പ്രോഫിറ്റിൽ മണി മാത്രമല്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. ഈ പറയണ നമ്മുടെ ഈ അൾട്ടിമേറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൂടി നമ്മുടെ ബിസിനസ്സിലുണ്ട്. മണി മാത്രമാണ് ബിസിനസ് എന്ന് നോക്കുമ്പോൾ അത് മണി മാത്രമായിട്ട് മാറും. പക്ഷെ അതിനകത്തൊരു സമാധാനം, സന്തോഷം കൂടി കണ്ടെത്തുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, അതൊരു സസ്റ്റൈനബിലിറ്റി എൻ്റെ കൂടെ വളർത്തും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ ഐഫ്രൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഇടയ്ക്ക് ഇങ്ങനെ വീണു, ബ്രേക്ക് ഈവനായി എന്ന് പറഞ്ഞിട്ട്. അതിലാണ് ഞാൻ പിടിക്കുന്നത്. അത് ശരിക്കും ഞാൻ അത് എനിക്ക് കേട്ടിട്ട് അത് ശരി തുടങ്ങി വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും അത് ഉണ്ടായോ? അതോ ബ്രേക്ക് ഈവൻ ആയില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണം, അതിനകത്ത് വേറെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 5 വർഷം തുടങ്ങിയതിൽ 2 വർഷം കോവിഡിന്റെ ബാക്കി പത്രങ്ങളും, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വർഷത്തെ ULCCന്റെ റോഡ് പണിയും, ഇതൊക്കെ വരുമ്പോഴും ഐഫ്രൂട്ട് നമുക്കതൊരു സസ്റ്റെയിൻ ചെയ്ത് പോയി എന്നുള്ളതും, 2 ഇതിനിടയ്ക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കുറെ ഇതായി എങ്കിലും അതൊരു ബ്രേക്ക് ഇവൻ സ്റ്റേജ് വലുതായിട്ടായില്ല എങ്കിൽ പോലും അതിനെ നമുക്ക് സർവൈവിങ്ങിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. സർവൈവിങ് ആണ് ഓൾ ഓവർ. കാരണം നമുക്കിതിനെ പൂട്ടിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ഈ കാലത്തിനൊത്ത് ഓളത്തിനൊത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ഇതിൽ നിന്ന് മാറി നമ്മൾ സെപ്പറേറ്റ് ഒരു ഫേമായിട്ടാണല്ലോ, അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യാതെ നോക്കുകയാണെങ്കിൽ അതും അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതാണ് അതറിയാനാണ് ഞാൻ. അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു സ്വപ്നമായിട്ട് തന്നെ നമ്മളുടെ കീഴിലേക്ക് നമുക്കിപ്പോഴൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉള്ളവരെല്ലാവരും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമ്മുടെ ആലപ്പാട് സിൽസ് ഒക്കെ, ചെമ്മണ്ണൂർ ജുവലേഴ്സ് ഒക്കെ ഇരിക്കുന്നത് കരിമ്പനാൽ ആർക്കാട്. ഞാൻ അവിടെയാണ് നാട്ടിൽ വരുന്ന സമയത്ത്, ഞാൻ എൻ്റെ മമ്മിയൊക്കെ കൂടെ വരുമ്പോൾ ഞങ്ങൾ അവിടെ വരും. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ നമ്മുടെ പർച്ചേസിങ് നടക്കുന്നതെല്ലാം അവിടെയാണ്. അന്ന് അതാണ് ഇവിടുത്തെ മോളുകളൊന്നും വന്നിട്ടില്ല. അന്ന് അവിടെ വരുമ്പോൾ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അതിന്റെ ഫ്രണ്ടില് താഴെ ഇങ്ങനെ വരിയായിട്ട് അതിനകത്തുള്ള കടകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കടകളെല്ലാം എഴുതി വെച്ചേക്കുന്നതില് ഞാൻ ഇങ്ങനെ ഒത്തിരി നോക്കുന്നുണ്ട്. അന്നൊന്നും ബിസിനസ് മുന്നിലില്ല, അന്ന് പഠിക്കുന്ന കാലമാണ്, ഒന്നും മനസ്സിൽ മുന്നിലില്ലാത്ത സമയമാണ്. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കും. കാരണം ഷാലിൻസ് ക്രിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതിന്റെ താഴെ ഐഫ്രൂട്ട്, അതിന്റെ താഴെ ചോറ്റുപാത്രം, അതിന്റെ താഴെ പെൺമ പെരുമ, അതിന്റെ താഴെ ഷാലിൻസ് വാർഡ്രോബ്,
അതിന്റെ താഴെ ഇപ്പൊ തുന്നൽക്കാരി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിന് താഴെ ഇപ്പൊ ഒരു എന്താണ് അപ്കമിങ് ഒരു വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്, നങ്ങേലി പീടിക എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ അവിടെ കാണുന്നത് പണ്ട് കരിമലർക്കട ഞാൻ അന്നിപ്പോ എവിടെയോ ഇങ്ങനെ ഒരു സാധനം കിടന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്ന എന്റെ കിനാശ്ശേരി എന്ന് പറയുന്ന പോലെ. ആ കിനാശ്ശേരികളെല്ലാം ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതുകൊണ്ട് ഈ ബ്രേക്കിനൊക്കെ അവിടെ കിട്ടും. അത് പറയാറുണ്ട്, ഈ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് നമുക്ക് മറ്റുള്ളവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന പറയാറുണ്ട്. എല്ലാവരുടെ ഉള്ളിലും സംരംഭകരുണ്ടാവും, പക്ഷെ അത് ആ ഒരു അവസരം കണ്ടെത്താനുള്ള ഒരു തടസ്സം. നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്രധാന ഘടകമാണല്ലോ. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ആ ഒരു കടമ്പ എവിടെയാണ് വരുന്നത്? ഈ സംരംഭവും ഈ സംരംഭകരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എവിടെയാണ് വരുന്നത്? അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്നൊരു ടിപ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. റിസ്ക് എടുക്കാൻ തയ്യാറാവും. എല്ലാവരുടെയും ഉള്ളിൽ ഏത് കാര്യമാണ്, ജീവിതവും സംരംഭവും എന്ത് കാര്യം, റിസ്ക് എടുക്കാൻ തയ്യാറാവണമെങ്കിൽ ആ ഗ്യാപ്പൊക്കെ അങ്ങ് മാറും. ടേക്കിംഗ് ഓപ്പർച്യൂണിറ്റീനെ റിസ്ക് എടുത്ത്, ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഉണ്ട്, റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവൻ ജയിക്കും. അപ്പൊ അത് തന്നെയാണ് അവർക്ക് കൊടുക്കാനുള്ള മോട്ടിവേഷൻ. പിന്നെ ഇനി നവയുഗ സംരംഭകരോട് പറയാനുള്ള, കാരണം ഇത്രയും സ്ട്രഗിൾ, ഇത്രയും അനുഭവങ്ങളുടെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. എന്നാലും എടുത്തു പറയത്തക്ക എന്തൊക്കെയാണ് യുവ സംരംഭകർക്ക് കൊടുക്കാനുള്ളത്? യുവ സംരംഭകരോട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ യുവ സംരംഭകർക്ക് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു 10 വർഷം മുൻപ് നമ്മൾ ഈ യങ്സ്റ്റേഴ്സിനോട് ബിസിനസ് എന്ന് പറയുമ്പോൾ അവർക്ക് ബിസിനസ് ഒന്നും അല്ല, അവരുടെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് ലോൺ ഉണ്ടാക്കി കാശുണ്ടാക്കി നേരെ വിദേശത്തോട്ട് പറക്കുക എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് എന്ത് പട്ടിപ്പണിയും ചെയ്യാൻ അവർക്ക് കുഴപ്പമില്ല. അവർക്ക് കേരളത്തിൽ പണിയെടുക്കാൻ അവർക്ക് ഭയങ്കര മടിയായിരുന്നു. ഒന്ന്, നമ്മുടെ സമൂഹം അവരോട് കാണിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇത്രയും പഠിച്ചിട്ട് അവൻ എന്തോ ഓൺട്രപ്രണർ ആവുന്നു. പാരന്റ്സ് ഭയങ്കര ഇതായിരുന്നു അതില്. നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ച് നീ ഒരു ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ ഇത് ബിസിനസ് എന്ന് പറയുന്നതില് അവര് കാണുന്ന കുറച്ച് ഇതുണ്ട്. ടാറ്റ, ബിർള, പിന്നെ ഈ പറയുന്ന ബിഗ് കമ്പനീസ് മാത്രം, വി-ഗാർഡ്, അതൊക്കെ മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ അവനൊരു നാരങ്ങയും സോഡയും വിൽക്കുന്നതിലും അവനതിലൊരു ബിസിനസ് ഉണ്ട്, അവനതിൽ മണി ഏൺ ചെയ്യുന്നതിന് അക്സെപ്റ്റ് ചെയ്യാൻ പാരന്റ്സ് മടിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇവിടെ നിന്ന് എല്ലാവരും വിദേശത്തോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് പിന്നെ തിരിച്ചിവിടെ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പിന്നെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് മാറി. ഇപ്പോഴും എടുത്ത് പറയാനായിട്ട് എൻ്റെ മകൻ 24 വയസ്സാണ്. അവൻ മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം മെഷീൻ ഡ്രോയിങ് പഠിക്കാൻ കൊച്ചിക്ക് പോയതാണ്. അവൻ രാവിലെ 2 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. അവൻ വൈകിട്ട് 3 മണി മുതൽ രാത്രി 11 മണി വരെ റോഡരികിൽ മോമോസ് വിറ്റിട്ടാണ് അവൻ പഠിച്ചത്. അപ്പോ ആക്ച്വലി അതിവിടെ പലർക്കും അറിയത്തില്ലായിരുന്നു. എനിക്കും എൻ്റെ മകൾക്കും ഒന്നിടും. കേരള കൗമുദിയിൽ അവനെക്കുറിച്ചൊരു വാർത്ത വന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർ, ഒരു തട്ടുകടയിൽ. എൻ്റെ പാരൻസ്, എൻ്റെ ബന്ധുക്കള് എന്നോട് വഴക്ക് പറഞ്ഞു. അതായത് നീ ഇത്രയും വലിയൊരു കടയ്ക്കകത്ത് AC-ക്കകത്തിരുന്നപ്പോൾ നിന്റെ മോൻ ഇൻഫോ പാർക്കിന്റെ മുൻപിൽ റോഡരികിലിരുന്ന് അവൻ തട്ടുകടയിടുന്ന്, നിനക്ക് നാണക്കേടില്ലേ എന്നാ ചോദിച്ചത്. എന്നോട് വഴക്കിട്ടവർ വരെ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഞാനവിടെ കണ്ടത് അവൻ പഠിക്കില്ലേ. ഞാൻ ഇതിനകത്ത് നമ്മളീ പുറമേ കാണുന്നതാണ് എല്ലാവരും. നമ്മുടെ ഇതിനകത്തുള്ള ഇന്നഫേർട്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ ഒരു വളർച്ചയുടെ ഭാഗമാണ്. ഞാനൊന്നും മിണ്ടിയില്ല. തട്ടുകട ഇട്ടേക്കുന്നു, നീ എന്തിനാ ഇത് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇന്നവൻ റോഡിലിരുന്ന് കച്ചവടം ചെയ്തത് കൊണ്ട് ഇന്ന് അവനൊരു 1000 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള കഫേ OTT എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഇന്ന് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്. അവനത് നമ്മുടെ ഒത്തിരി സൗഹൃദങ്ങളുടെ പൈസ ലോണ്, അവരിൽ നിന്ന് ലോൺ എടുത്തിട്ട് തന്നെയാണ് തുടങ്ങിയത്. കാരണം അവന്റെ കയ്യിൽ അതില്ല, അവനത് തിരിച്ചടച്ചുകൊണ്ടിരിക്കുക. ഒരു റിസ്ക് എടുക്കാൻ പാരന്റ്സ് കുഞ്ഞുങ്ങളെ നിർബന്ധിക്കുക എന്ന് പറയുന്നത്, അറിയാത്തവരോട് പറയുക എന്നുള്ളത് ഒരു കാര്യമുണ്ട്. അപ്പൊ റിസ്ക് എടുക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളത് യുവ സംരംഭകരുടെ വേണം. അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലേക്ക് ഇന്ന് ഒത്തിരി ഉണ്ട്. ഇന്ന് കേന്ദ്ര സർക്കാർ ഇടങ്ങളിലെല്ലാം സംരംഭകരെ, ഒക്കെ ഇതായിട്ട് പറയുന്നതല്ല കേട്ടോ, ഈ യങ്സ്റ്റേഴ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ പ്രോജക്റ്റുകൾ നമ്മുടെ ഇന്ന് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ വരുന്നുണ്ട്. നമ്മൾ ഒരു ഇൻഡസ്ട്രിയലിന്റെ ഒരുപാട് ഇടങ്ങളിൽ പോയാൽ
ലോൺ അടക്കം, മെഷീനറീസ് അടക്കം, ബാക്കിയുള്ളത് അടക്കം യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കൗൺസിലർ. ഇന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സ് റെഡിയാണ് ബിസിനസ് ചെയ്യാൻ. അപ്പോ അത് ബിസിനസ് ചെയ്യാൻ വരുന്നവനെ ബിസിനസ് ചെയ്യിക്കുക എന്നുള്ള ഒരു കാര്യം ബാങ്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ബാങ്ക് തന്നെയാണെങ്കിലും ഒരുപാട് അതിന് വേണ്ടിയിട്ടുള്ള മുൻനിരകൾ വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഡെയിലി 250 രൂപ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വരുന്ന പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചാൽ അവനൊരു 100 ദിവസം കൊണ്ട് അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കേണ്ട രീതിയിലേക്കുള്ള കുറെ മിനി പ്രോജക്ട്സ് ഇന്ന് ബാങ്കുകളുടെ ഭാഗത്ത് നിന്നുണ്ട്. അപ്പോ ഇന്ന് കേരളത്തിൽ, നമുക്കിപ്പോ ഇന്ത്യ മുഴുവനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കേരളത്തിൽ ഇന്ന് വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ടുള്ള ഇടമാണ്. വ്യവസായങ്ങൾ മാത്രമല്ല, ബിസിനസിന് വേറുള്ള ഒരു മണ്ണാണ്. അവിടെ കോൺഫിഡൻസോടുകൂടി റിസ്ക് എടുക്കാൻ തയ്യാറായി യങ്സ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇവിടെ തന്നെ കാണുക. അതിന് ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ഇതിപ്പോ ഞാനിപ്പോ പറയുന്നതല്ല, സ്ത്രീ സംരംഭകരായാൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എന്ത് ജോലി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്റെ ലൈഫ് 1 day ലൈവ് പറഞ്ഞത്. എന്ത് ജോലി ചെയ്തും ജീവിക്കാൻ സ്ത്രീകൾ എന്ന് തയ്യാറാണ്. അതുപോലെ തന്നെ ഇന്നത്തെ യങ്സ്റ്റേഴ്സും തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും നമ്മുടെ തന്നെ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരൻ, അവൻ ഇഡ്ഡലി വിറ്റ് ജീവിതം തുടങ്ങിയപ്പോൾ, സിനിമാ നടനാണ് അവൻ ഇഡ്ഡലി വിറ്റ് തുടങ്ങിയപ്പോൾ ആദ്യം അവൻ എല്ലാവരും കളിയാക്കി. അപ്പൊ അവനൊരു സിനിമയിൽ രംഗം കണ്ടതിന് ശേഷം അവൻ ഇനി ചെയ്യുന്നത് അവനത് ചെയ്യുന്നുണ്ട്. എന്റെ മകനെ എല്ലാവരും കളിയാക്കിയതാണ്, ഇന്ന് അവനത് ചെയ്യുന്നുണ്ട്. എന്റെ മകളോട് ഞാൻ പറയും, അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എന്തിലും ഏതിലും കുഞ്ഞുങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതിനെ അവർക്ക് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കി എടുക്കുമ്പോൾ, ആ കുട്ടികൾ അതിന് തയ്യാറാകുമ്പോൾ പാരന്റ്സ് അവരോട് കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടിംഗ് സിസ്റ്റം ഈ യുവാക്കൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സ് ആണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. സമൂഹം അതിനകത്തൊന്നിലും ഇത് ചെയ്യണം. പാരന്റ്സ് അതിന് സപ്പോർട്ട് ചെയ്യണം. ഒരു സ്ത്രീ തുടങ്ങുകയാണെങ്കിൽ പോലും അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യണം. ഇനി ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം ഇപ്പൊ എല്ലാവരും ഫാമിലി ഉള്ളവരാണ്. ഞാൻ ഫാമിലി ഇല്ലാണ്ട് വന്നവരാണ്. ഫാമിലി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സംവിധാനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ കൃത്യമാക്കിയാൽ അപ്പോ എനിക്ക് തോന്നുന്നത് അവിടെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് ഒന്ന് റിസ്ക് ഏറ്റെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ബാങ്കിങ് മേഖലകളിലും ഡിപ്പാർട്ട്മെന്റുകളിലും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ വിജയിപ്പിച്ച് തരാനായിട്ട് തയ്യാറാകുന്നു. നിങ്ങളുടെ ബാങ്കും അങ്ങനെയുള്ള ക്ലാസ്സസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ എന്താ പറയുന്നത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ അത് വളരെ നല്ലതാണ്. ആളുകൾക്ക് റിസ്ക് എടുക്കാൻ, നിങ്ങൾക്ക് കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാങ്കിങ് മേഖലകൾ നല്ല സപ്പോർട്ടീവ് ആകുമ്പോൾ സംരംഭകരും സ്ട്രോങ് ആകുമെന്നുള്ളതാണ്. ബിസിനസ് ലൈഫിൽ ശരിക്കും ത്രൂ ഔട്ട് ഒബ്സ്റ്റക്കിൾസിന്റെ പരമ്പര തന്നെ ആയിരുന്നു ഇപ്പോഴും ആയിക്കോട്ടെ. എന്നാലും നാളെ കേരളം ഇത് പഠിക്കാൻ പോവുകയാണ് അല്ലേ? 9ാം ക്ലാസ്സിലെ പാഠ്യ പദ്ധതിയിൽ മാമിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നാളെ കേരളം മാമിന് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത്? ഈ തോറ്റ കഥകളും ജയിച്ച കഥകളും കേൾക്കുക എന്നുള്ളതാണ്, അത് പറയുക എന്നുള്ളത്. 2 ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്ന കുറെ പേര്. ഇപ്പൊ നമുക്ക് മോട്ടിവേഷൻ ഉണ്ട്. 10,000 രൂപയ്ക്ക് മോട്ടിവേഷൻ ഒറ്റ ദിവസം കൊണ്ട് അവരെ അങ്ങ് ഉച്ച സ്ഥായിയിൽ എത്തിച്ചിട്ട് രാവിലെ അങ്ങ് ചെല്ലുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അങ്ങ് പോവാ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ത്രില്ല് വരും. 4 മണി 5 മണി ആകുമ്പോഴേക്കും നമ്മളത് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ അത് പറയും. അവിടോട്ട് വരുന്ന അങ്ങനെയുള്ള മോട്ടിവേഷൻസ് ഉണ്ട്. കാരണം നിങ്ങളൊന്ന് ജസ്റ്റ് ഞാനെപ്പോഴും ഈ ഭയങ്കര ഹൈ മോട്ടിവേഷൻ ചെയ്തവരാരെങ്കിലും എന്താ പറയുന്നത് മര്യാദയ്ക്ക് ഒരു ബിസിനസ് ചെയ്ത് തോറ്റവരാണോ അല്ലെങ്കിൽ ജയിച്ചവരാണോ, അത് നിങ്ങൾ ശ്രദ്ധിക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ എന്റെ അഭിപ്രായത്തില് നന്നായിട്ട് മോട്ടിവേഷൻ പറയാൻ പറ്റുന്നത് തോറ്റു നിൽക്കുന്നവരാ. കാരണം അവൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പടവെട്ടലിനിടയ്ക്ക് അവന്റെ ജീവിതം മോട്ടിവേഷൻ ആയി പോവാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്നെ നോക്കുന്നവരോട് പറയും, നിങ്ങൾ ആരും എന്നെ നോക്കി പഠിക്കല്ലേ, ഞാൻ തോറ്റു പഠിക്കുന്നവരാണ്. ഐഫ്രൂട്ടിന്റെ ഒരു പഠനത്തിലേക്ക് വരുന്നിടത്ത് നിന്നാണ് ഞാൻ പുതിയതിൽ വന്നത്. ചുറ്റുപാത്രത്തിന്റെ ആവട്ടെ ഓരോന്നും തോറ്റു പഠിക്കുക. അതുകൊണ്ട് നിങ്ങള് ബിസിനസ്സിൽ എന്ന് പറയുന്നത്, പിന്നെ അതൊരു ഭയങ്കര അഭിമാനമായിട്ടൊന്നും പറയുന്ന ഒരു കാര്യമില്ല. ഞാൻ 0-ൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്. എല്ലാം ഉണ്ടായിരുന്നിട്ട് 2018 0-ൽ വന്ന് 4 ജോഡി തുണി മാത്രമായിട്ട് തിരുവനന്തപുരത്ത് ജീവിക്കുന്നത്. ഇന്ന് ഞാൻ പലരോടും പറയുന്നത്, എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിഞ്ചുനോട് ഞാൻ പറയുന്നത് തുണി തട്ടിയിട്ട് നടക്കാൻ വയ്യ. കാരണം
അലക്കിയിട്ട തുണി മടക്കി വെക്കാനായിട്ടുള്ള സമയമില്ല. കാരണം അതിനുമുമ്പ് നമുക്ക് ഇടാൻ വേറെ ഉള്ളത് കൊണ്ട് തേച്ച് വെച്ചിരിക്കുന്ന ഇടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു അഹങ്കാരമായി പറയുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് മൈനസുകളുടെ മധ്യത്തിലാണ്. കാരണം ഞാൻ ഒന്നും ഇല്ലാത്തിടത്ത് നിന്ന് ഞാൻ തുടങ്ങി ഞാൻ മൈനസുകളാണ്. അതായത് ബാധ്യതകളുടെ കാര്യത്തിൽ ഞാൻ മൈനസിലാണ് ഇപ്പോഴും. കാരണം ഈ പറയുന്ന കോവിഡ് കാരണം വന്നുകൊണ്ട് ഞങ്ങൾ ജീവിച്ചതിന്റെ ബാധ്യതകളുണ്ട്. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ഐ എം വെരി ഹാപ്പി. കാരണം എനിക്ക് ഉറപ്പുണ്ട് എനിക്കിതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും. കാരണം ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ ദാറ്റ് എനിക്കിത് കൊടുത്തു തീർക്കാൻ പറ്റും. കാരണം ഇതിനുള്ള റിസോഴ്സസ് എന്റെ ചുറ്റുവട്ടമുണ്ട്. ഞാൻ അതിനെ കണ്ണു തുറന്ന് എൻ്റെ ചുറ്റുമുള്ള സംരംഭങ്ങളെ നോക്കി ഞാനത് ചെയ്താൽ ചിലപ്പോൾ എനിക്കിതൊരു 5 വർഷം കൊണ്ട് തീർക്കുന്നത് ഒരു 10 വർഷം ആകുമെന്നേ ഉള്ളൂ. പക്ഷെ ഐ ഹാവ് റിസോഴ്സസ്. ഈ റിസോഴ്സസിന് നമുക്ക് ബാങ്കുകളെ സമീപിക്കാം. അതുപോലെ കുഞ്ഞ് ഇതിൽ വലിയ സെക്ടേഴ്സിനല്ല ഞാൻ ഈ പറയുന്ന ഭയങ്കര ഈ മൈക്രോ ഫിനാൻസിന്റെ വേറൊരു തലത്തിലേക്ക് പോകണം എന്നല്ല പറയുന്നത്. ചെറിയ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞു കാര്യങ്ങളിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറയും നമുക്ക് കുഞ്ഞു കാര്യങ്ങളിലേക്ക് വരികയും നമ്മളുടെ കടങ്ങൾ ഈ പറയുന്ന 2020 ഞാൻ തുടങ്ങി 2025 വരെ എത്തി. 2011 എനിക്ക് 0 കടം. 2011 0 കടം. 2015 വന്നപ്പോൾ അത് ഒരു 1-2 ലക്ഷമായി. 2020 ഞാൻ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു 15 ലക്ഷം ഉണ്ട് കടം. കുട്ടികളെ പഠിപ്പിച്ചതും ജീവിച്ചതും. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് 45 ലക്ഷം കടമായി. കൊറോണ കഴിഞ്ഞ് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്കതൊരു 60 ലക്ഷത്തിലേക്കായി കടം. പക്ഷെ ഇന്ന് എനിക്ക് 30 താഴെ ഉള്ളൂ കടം. കാരണം എൻ്റെ ലോൺ അത് അടച്ചു തീരും. അങ്ങനെ പിന്നെ എനിക്ക് പോയി കഴിഞ്ഞാൽ 20 താഴെ ഉള്ളൂ എൻ്റെ കടം. ഈ 5 വർഷം കൊണ്ട് ഒരു കണക്കിൽ എൻ്റെ ബാധ്യതകൾ കൂടിയിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ നമ്മള് ഇത് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ ഇന്ന് ഭയങ്കരമായിട്ടുണ്ട്. ഞാനൊരു കടം വാങ്ങിച്ചു 10-15 ലക്ഷം രൂപ ഞാൻ കടം തീർക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ഗീവ് ആൻഡ് ടേക്ക് തന്നെയാണ് ബിസിനസ്. ആ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് കോൺഫിഡൻറ്റോടുകൂടി സെൽഫ് എസ്റ്റീമോടുകൂടി നമ്മളെ തന്നെ റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച ബിസിനസ് ഈസ് ദ ബെസ്റ്റ്. ആൻഡ് ഭയങ്കര തലവേദന ഇല്ലാതെ റിലാക്സ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നു അഭിമാനത്തോട്. കാരണം ഞാൻ തന്നെ എന്റെ മുതലാളി എന്ന് പറയുന്ന രീതിയിൽ വി ഗെറ്റ് കോൺഫിഡൻസ്. അപ്പൊ ഈ പാഠപുസ്തകത്തിലൊക്കെ വന്ന് പറയുന്നത് അതുതന്നെയാണ്. നമ്മൾക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഇങ്ങനെയാണ്, അതിജീവിത സംരംഭക എന്നുള്ളതാണ്. ഓരോ സംരംഭകനും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി അവര് അതിജീവിച്ചുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോ എന്റെ ദൈവം തമ്പുരാനെ ഇന്ന് എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നതേ ദൈവത്തെ വിളിച്ചോണ്ടാണ്. രാത്രി വന്ന് കിടക്കുമ്പോഴും ദൈവത്തെ വിളിച്ചോണ്ടാണ് കിടക്കുന്നത്. കാരണം ദൈവമേ ഇത് ഇത്രയൊക്കെ പറ്റിയല്ലോ. സോ നെക്സ്റ്റ് ഡേയും ഈ വിളിക്കുന്നത് ഈ കരഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുക. അത് നിങ്ങൾ ഈ പറയുന്ന നമ്മളിപ്പോ ഏറ്റവും നമ്മുടെ മുമ്പിലൊക്കെ പെട്ടെന്ന് ആള് സോഷ്യൽ മീഡിയ പറഞ്ഞ സുക്കർബർഗ് കുറെ ഉണ്ടാക്കുന്നത്. അങ്ങേര് പോലും ദിവസം സ്ട്രഗിൾ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഫേസ്ബുക്ക് ആരെങ്കിലും കാണാതെ പോയാലോ എന്ന് വിചാരിച്ച് പുള്ളി വലിയ ആളുകളെ ഒന്നും ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇലോൺ മസ്ക് ഒക്കെ ചെയ്യുന്നത് അതുപോലെ ഓരോരുത്തരും അവര് പോലും സ്ട്രഗിൾസിലാണെങ്കിൽ കുഞ്ഞു സംരംഭം നടത്തുന്നത് എനിക്ക് ഉണ്ടായിക്കൂടെ? അപ്പൊ അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് ടേക്കിംഗ് റിസ്ക് ആണ്. ജനിച്ചു കഴിഞ്ഞാൽ ടിൽ അവർ ഡെത്ത് നമ്മൾ ഓരോ ദിവസവും റിസ്ക് ആണ്. നമ്മൾ ഈ ശ്വസിക്കുന്ന വായു പോലും റിസ്ക് ആണ്. നമ്മൾ അതിനെ ഇപ്പൊ എനിക്ക് ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ബ്രീത്ത് കുറച്ചുള്ളൂ നോർമലി എടുക്കണമെങ്കിൽ. സോ ലൈക്ക് ദാറ്റ് നമ്മൾ 1-2 സെക്കൻഡ് നമ്മൾ അടച്ചു പിടിച്ചാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ എന്തുമാത്രം വാല്യൂ ഉള്ളവരാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ദ റിസ്ക് ടേക്കിംഗ് ഈസ് അതിപ്പോ ഈവൻ സാർ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണ്. യു ആർ നോട്ട് ഡൂയിങ് ബിസിനസ് ബട്ട് യു ആർ ടേക്കിംഗ് സോ മച്ച് റിസ്ക് ഇല്ലേ? റിസ്കിന്റെ പുറത്തല്ല നിൽക്കുന്നത്. സെയിം തിങ്. അതുകൊണ്ട് ബിസിനസ് എന്നോ ഈവൻ സർക്കാർ ജോലി എന്നോ പ്രൈവറ്റ് സെക്ടർ ജോലി എന്നോ അങ്ങനെ ഒന്നുമില്ല. ലൈഫ് ഈസ് എ റിസ്ക് ഫാക്ടറാണ്. സോ വാട്ട് എവർ വി ഷുഡ് നമുക്ക് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ വി ഷുഡ് ടേക്ക് റിസ്ക്. ശരിക്കും ഇങ്ങനെയുള്ള തുറന്ന പറച്ചിലുകളാണ് നമുക്ക് ആവശ്യം. കാരണം അതിനെ യുവ സംരംഭകരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്
ഈ വിഷൻ ടു ദി വെഞ്ചർ എന്നുണ്ട്. ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് അർത്ഥമാക്കുന്നതൊക്കെ അത് തന്നെയാണ്. ഉള്ളു തുറന്ന സംരംഭം സംസാരിക്കുമ്പോൾ അവന് വിഷമം കേട്ടിട്ട് അത് പല സൊല്യൂഷൻ കാര്യങ്ങളുണ്ടാവാം, ഇല്ലാത്തതും ഉണ്ടാവാം. പക്ഷെ ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ച ഇല്ല, അത് ഞാൻ അതിന്റെ ഇടയ്ക്കൂടെ ഒരു വാക്ക് ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് പറയാണ്. ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ വിഷൻ ടു ദി വെഞ്ചർ, വിഷൻ ടു ദി വെഞ്ചർ, വിഷൻ ടു ദ വെഞ്ചർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടുള്ള ഇതിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ കഥകൾക്ക് ഒരു വലിയ അർത്ഥം ഉണ്ടെന്ന് തന്നെ ചിന്തിക്കുന്നതാണ്. അവിടെ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഈ വിഷൻ ടു ദ വെഞ്ചർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ബ്രാൻഡ് ചെയ്യുന്നിടത്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ആ ഒരു ബ്രാൻഡിങ് ഞാൻ എപ്പോഴും പറയുന്നത്, സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം ബിസിനസ്സിൽ നീഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാർക്കറ്റിംഗ് പിന്നെ തന്നെ വന്നോളൂ. സോ സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ കൊണ്ടുവരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമുണ്ട്, ഞങ്ങൾ എല്ലാം തുടങ്ങാൻ തയ്യാറാണ്, പക്ഷെ ഇതെങ്ങനെ ഞങ്ങൾ മാർക്കറ്റിംഗ് എങ്ങനെ ഞങ്ങൾ വിജയിപ്പിച്ചെടുക്കും? പക്ഷെ നീ ആദ്യം തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങള് യുവസംരംഭകരിൽ നിന്ന് മാത്രമല്ല, ഒരു സംരംഭകൻ ജനിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തു തുടങ്ങിയേക്കുന്ന ഈ ഒരു തുടക്കം, അത് ദാറ്റ്സ് വെരി നൈസ്. അതിന് ഹാറ്റ്സ് ഓഫ് കേട്ടോ. കാരണം അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്. അതിലൊരു ഭാഗമാവാൻ പറ്റുമ്പോഴേ നമ്മൾ തുറന്നു പറഞ്ഞാലേ പലർക്കും അത് ഇത് പറ്റുള്ളൂ. സോ ആ ഒരു ഇതിന്റെ ഭാഗമാവാൻ എനിക്ക് പറ്റിയതിലും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച, സമയം കണ്ടെത്തി നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്ത മാഡത്തിന് എല്ലാവരുടെ PNBയുടെ ഭാഗത്തു നിന്നും ഉള്ള നന്ദി അറിയിക്കുന്നു. ഈ സംരംഭം നാൾക്ക് നാൾ അടുത്തല്ലേ അതങ്ങനെ. പിന്നെ മാത്രമല്ല, മറ്റുള്ളവർക്ക് പ്രചോദനം എക്കാലത്തും ആയിക്കൊണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രചോദനമാണ്. അല്ല, കുരിശുകൾ വരുന്നോണ്ട് തന്നെ ഇരിക്കുള്ളൂ. സംരംഭകനാകുമ്പോ അതൊരു ശീലമാണ്. സത്യം പറഞ്ഞാൽ ജീവിക്കും. 4 കാലി വീണാലും 4 കാലി നിൽക്കുന്ന ഒരു പൂച്ചയാണ് സംരംഭം. അത് അങ്ങനെ ആകണം എന്ന് പറയും. താങ്ക് യു, താങ്ക്സ് ഫോർ ദ ടൈം. താങ്ക് യു.